അങ്ങനെ ഗോൾ വൈസ് നോക്കുമ്പോൾ യൂറോപ്യൻ കൺട്രീസ് കുറച്ചും കൂടി കൊളാബറേറ്റീവ് ആണ്. സോ അവർക്ക് കുറെ ഇന്റർനാഷണൽ കമ്പനീസും ലൈക്ക് വിത്തിൻ യൂറോപ്യൻ യൂണിയൻ കുറെ കമ്പനീസ് ഉണ്ട്. സോ അവരായിട്ട് കൊളാബറേഷൻസ് ഉണ്ട്. സോ നമുക്ക് അവിടെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്, എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ ജോബ്സിലോട്ട് പോകണമെങ്കിൽ. ഇന്ത്യ കുറച്ചും കൂടി ഇന്റർനാഷണലൈസ്ഡ് ആയിട്ടില്ല. ബട്ട് കൊളാബറേഷൻസ് ഒക്കെ ഉണ്ട്. ബട്ട് എന്നാലും അത്ര യൂറോപ്യൻ യൂണിയൻസിന്റെ അത്ര കൊളാബറേഷൻസ് ഇല്ല. സോ ആ ഒരു ഇതെന്ന് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഇൻഡസ്ട്രീസിന്റെ കുറവ് ഇന്ത്യയിലുണ്ട്. ഇപ്പം കരിയർ വൈസ് ഒരു ഇൻഡസ്ട്രി ബേസ്ഡ് ജോബ് നോക്കുകയാണെങ്കിൽ യൂറോപ്പിലോട്ട് പോകുന്നത് നല്ലതാണ്. ഇന്ത്യയിൽ സ്റ്റേ ചെയ്യാം, ലൈക്ക് ഒരു അക്കാഡമിക് പാത്താണ് നമുക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. കാരണം ഇന്ത്യയിലത്തെ ആ ഒരു അക്കാഡമിക് രീതിയിലുള്ള ടീച്ചിങ്, ലൈക്ക് ഇപ്പം ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ 3 years PhD, ഇന്ത്യയിൽ 5 years PhD. സോ ഇന്ത്യയിൽ ഈ 5 years ആവുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കോഴ്സസ് എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ടീച്ചിങ് ഡ്യൂട്ടീസ് ഒക്കെ വരുന്നുണ്ട്.